ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അറിയാൻ അന്തിമ വിധിയുടെ അല്ലെങ്കിൽ സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ആദ്യ ഫലസൂചകങ്ങളൊക്കെ വരാനായിട്ടും. അട്ടിമറി താങ്കൾ ഇപ്പോഴും ട്രംപിൻ്റെ കാര്യത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനുള്ള കാരണം 2004 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് പറയാൻ മറ്റൊരു കാര്യങ്ങളുണ്ട്. 0% നിന്നും ഏതാണ്ട് 95% അദ്ദേഹത്തിന്റെ വിജയസാധ്യത, അദ്ദേഹത്തിൽ നിന്നുള്ള ആ സ്ഥാനാർത്ഥി സാധ്യത അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഉപദേശകർ മുഴുവൻ രാജിവെച്ചു പോയി. എന്നിട്ട് ഈ ഞാൻ ട്രംപ് എന്നുള്ള വ്യക്തിയോട് അവിടെ ശ്രീ റെജി ലൂക്കോസ് FBI ഇഷ്യൂ അല്ലെങ്കിൽ ഇമെയിൽ വാദം പോലെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച ഒരു സന്ദേഹം അവസാന നിമിഷം വരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും അദ്ദേഹത്തിന്റെ ഒരു തന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് ഞാനത് നേരത്തെ സൂചിപ്പിച്ചതിന്റെ ഒരു ബാക്കിപത്രം എന്താ വെച്ചാൽ, അമേരിക്കയ്ക്കുള്ളിൽ ഒരു വനിതാ പ്രസിഡന്റ് വരാൻ പാടില്ല എന്ന് കാലങ്ങളായിട്ടുള്ള അവരുടെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ഉറച്ച പുരുഷവർഗത്തിന്റെ ഒരു മാനസികാവസ്ഥ ഈ ഇലക്ഷനിൽ വരാൻ സാധ്യതയുണ്ട് പ്രതീക്ഷയെ. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ സമത്വവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അമേരിക്കയുടെ ജനങ്ങൾ ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു ഭരണമാണ് അമേരിക്കയിലുള്ളത്. അത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ശരിയാത്തില്ല, അവിടെ ചെല്ലും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയുമല്ല, അമേരിക്കയിലെ ഹിലാരി എന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വേറൊരു പ്രശ്നമുണ്ട്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അമേരിക്കൻ ജനതയ്ക്ക് ആശങ്കയുണ്ട്. അവർക്കൊരു സ്ട്രോക്ക് വന്നതാണ്. ഇതെല്ലാം അമേരിക്കൻ ജനത വീക്ഷിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രംപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് വാസ്തവത്തിൽ നമുക്കെല്ലാം ഒരു കൗതുകരമായ രീതിയിലുള്ള വീക്ഷണമാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഇപ്പോൾ സംശയമുണ്ട്, നിലപാടുകളിൽ ഉറച്ചിട്ടില്ല. ഇതെല്ലാം സത്യമാണെങ്കിലും യാഥാർത്ഥ്യം ആ മനുഷ്യൻ നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ ആരോപണങ്ങളോട് മുമ്പോട്ട് കൊണ്ടുപോയത്. അത് കൃത്യമായിട്ടും അമേരിക്കൻ ജനതയെ വശീകരിക്കുന്ന രീതിയിലുള്ള അവരുടെ ഭയത്തെ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു സത്യം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രചരണമായിരുന്നു. പക്ഷേ അത് അവിടെ ഫലപ്രദമായിട്ട് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ ഒരു റിസൾട്ട് വരാനുള്ള സാധ്യത കാണുന്നതിൽ തെറ്റില്ല എന്നാണ് അവസാന നിമിഷം എനിക്ക് പറയാൻ പറ്റുന്നത്. ശ്രീ PV തോമസ്, കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ വ്യവസായങ്ങളോ വിദ്യാഭ്യാസങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ ഒക്കെ അതിലൊക്കെ ഈ ഡെമോക്രാറ്റുകളോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് വിചാരിച്ചാൽ ഒന്നും അല്ലെങ്കിൽ അവർക്കൊന്നും കാര്യമില്ല, കോർപ്പറേറ്റുകൾക്ക് തന്നെയാണ് കാര്യം. കോർപ്പറേറ്റുകൾ എടുക്കുന്ന തീരുമാനം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ലാക്കാക്കി ആ വളർച്ച കൊണ്ട് മാത്രമേ ആത്യന്തികമായി അമേരിക്കയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് പിടിച്ചു നിർത്താനും ആ ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരാനും കഴിയൂ എന്നൊരു തോന്നൽ ട്രംപിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, ഒരു വ്യാപാരി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പോൾ അത്തരം തന്ത്രങ്ങൾ അദ്ദേഹം മെനയുന്നുണ്ടെങ്കിൽ ആ നിലപാടുകൾക്ക് കിട്ടിയ വ്യക്തിപരമായ മറുവശത്ത് ഉണ്ടായ ഹത്യകൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ജനങ്ങൾക്ക് ബോധ്യമായ തരത്തിലേക്ക് ചില വിശദീകരണം നൽകാൻ കഴിയാതെ പോയ തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെയാണോ സാധ്യതകൾ കുറച്ചത്? ബിസിനസ് പരമായി അല്ലെങ്കിൽ അമേരിക്കയുടെ മുതലാളിത്ത രാജ്യത്തിൻ്റെ നിലപാടുകൾക്ക് അനുയോജ്യമായി ചിന്തിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് പ്രജീഷ്, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും ഡൊണാൾഡ് ട്രംപ് ഒരു ഫൗൾ മൗത്തിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു അപക്വമതിയായ രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ അമേരിക്കയിൽ നിലവിലിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന ജനങ്ങളുടെ ഇൻസെക്യൂരിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ചില ഇസ്ലാമിക് തീവ്രവാദം, അദ്ദേഹം തീവ്രവാദം എന്ന് പോലും പറയാം, ഇസ്ലാം മതത്തിനെതിരായിട്ട് ആക്രമിക്കാനായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, പിന്നെ മെക്സിക്കോക്കെതിരായിട്ടുള്ള നിലപാട്, കറുത്ത വർഗ്ഗത്തിനെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ ഒരു പക്ഷേ ക്ലിക്ക് ചെയ്തിരിക്കാം. പക്ഷേ എന്തു തന്നെയാണേലും ശരി പ്രജീഷ്, എനിക്ക് പറയാനുള്ളത് അമേരിക്കയിൽ ട്രംപ് വരട്ടെ വരാതിരിക്കട്ടെ, ഹിലരി ക്ലിന്റൺ വരട്ടെ വരാതിരിക്കട്ടെ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് സാധിക്കണം. ഇന്ത്യയുടെ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ്റിന് സാധിക്കണം. അത് സാധിച്ചാൽ ആര് വന്നാലും നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, നമുക്ക് ഒരു ആശങ്കയുടെയും കാര്യമില്ല. അത് നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്? NSG പോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹകരണം, അതുപോലെ തന്നെ കാശ്മീരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഇടപെടലും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള
ടെററിസ്റ്റ് ആക്രമണങ്ങളും. ഇതിനെ പ്രതിരോധിക്കുവാൻ അമേരിക്കയുടെ സഹായം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. കിട്ടുമോ? ഇരട്ടത്താപ്പ് നയം വിദേശ നയമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു അമേരിക്കയുടെ സഹായം നമുക്ക് കിട്ടുമോ? അവിടെ എന്തായിരിക്കണം ശ്രീ പി തോമസ് ഇന്ത്യ എടുക്കേണ്ട നിലപാട്, ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? കാരണം ഹിലരി ആണെങ്കിൽ ക്ലിന്റന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം, പക്ഷെ സൗഹൃദത്തിനും അപ്പുറത്തേക്ക് നമ്മളുടെ ആത്യന്തികമായ നിലപാടുകൾക്ക് ഗുണപരമായ എന്ത് വശങ്ങൾ ഉണ്ടായി, അത് മറ്റൊരു ചർച്ച. എന്തായിരിക്കണം ഇന്നത്തെ ഒരു പക്ഷേ മോഡിയാണ് ഭരിക്കുന്നത്, മോഡി ഭരണം BJP ഭരിക്കുന്ന ഘട്ടം, ഒരു നിലപാട് ഏത് രീതിയിൽ എടുക്കണം ഒരു തിരുത്തലായിട്ട്? കാരണം ഇന്നാള് വരെയുമുള്ള നിലപാടുകളല്ലാതെ ഹിലരി ആണെങ്കിൽ പുതിയ ഭരണകൂടമാണ്, ഇന്ത്യ കൂടി ഒരു നയതന്ത്ര തലത്തിൽ ഒരു ചാലക ശക്തിയായി നിലകൊള്ളണം? പ്രതീഷ്, ഞാൻ പറയാം. അതായത് പാകിസ്ഥാന്റെ തീവ്രവാദം, ക്രോസ് ബോർഡർ ടെററിസം ഇന്ത്യക്കെതിരായിട്ടുള്ളത് അമേരിക്ക സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്താവനകൾ നിർത്താതെ പാകിസ്ഥാനെതിരായിട്ട് പത്താൻകോട്ട് മുറിയും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെതിരായിട്ട് എന്ത് നടപടിയെടുക്കാൻ, സാങ്ഷൻ ചെയ്യാൻ പറ്റുമോ? അവർക്കെതിരായിട്ടുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ പറ്റുമോ? സൈനിക സഹായം നിർത്തലാക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനെ തീർച്ചയായിട്ടും വരയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതൊരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇന്ത്യക്ക് അത് ചെയ്യിക്കുവാനായിട്ട് ഒരു പരിധിവരെയെങ്കിലും സാധിച്ചാൽ, അത് വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും. തീർച്ചയായും ശ്രീ KVS ഹരിദാസ്, അങ്ങനെ ഒരു നിലപാട് നരേന്ദ്രമോദിയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? കാരണം പുതിയൊരു ഭരണകൂടമാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. കാരണം ലോകം ഉറ്റുനോക്കുന്നതിൻ്റെ പിന്നിൽ ചാലക ശക്തിയായ ഒരു പക്ഷേ എല്ലാ ചലനങ്ങളും, അമേരിക്കയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, അതിൻ്റെ അനുരണനങ്ങൾ എന്തായാലും വ്യാപകമായി അല്ലെങ്കിൽ സങ്കീർണമായി കിടക്കുന്നത് കൊണ്ട് ഇന്ത്യ ഇനിയൊരു നിലപാട് പുതുതായി സ്വീകരിക്കേണ്ടതുണ്ടോ പല വിഷയങ്ങളിൽ? പ്രതീക്ഷ, അതിനകത്ത് ഇന്ത്യയുടെ വിദേശ നയത്തിലുള്ള അമേരിക്കയ്ക്കുള്ള സ്ഥാനം നമുക്കൊക്കെ അറിയാം. അതിൽ വലിയ വ്യത്യാസമൊന്നും ഇനി ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഹിലാരി ക്ലിൻ്റനാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഒബാമയുടെ ആദ്യ ടേമിൽ. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. വൈറ്റ് ഹൗസിലുള്ള ഒരു എക്സ്പീരിയൻസ് അവർ മറ്റേ ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യ എന്ന നിലയിലുള്ള ഒരു അനുഭവ സമ്പത്തും അവർക്കുണ്ട്. അതൊക്കെ ആ നിലയിൽ അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കും. കാരണം അത്തരത്തിൽ ഒരു ഭരണ പരിചയമുള്ള ഒരു ഭരണ തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതും പ്രധാനമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് രണ്ടു പേരാണെങ്കിലും ഒരു പരിധി വിട്ടിട്ട് നമുക്ക് സഹായമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു പരിധി വിട്ടിട്ട് നമുക്ക് അത് മുതലാക്കാനും സാധിക്കണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്രതീക്ഷ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയാൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് ഇന്ത്യക്ക് കുറേ മാറാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട്, ചൈനയ്ക്കെതിരായിട്ടുള്ള നിലപാട്, അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ന് സ്വീകരിക്കുന്ന നിലപാടുകൾ തുടർന്നാൽ അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് ഇന്ത്യയെ മാറാൻ കഴിയും. കാരണം ഈ വൻകരയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒരു പരിധിവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു കാരണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിന്ന് പഴയ കാലത്തെ പോലെ അമേരിക്കയുടെ പിന്നാലെ നടന്ന് ദല്ലാൾ അല്ലെങ്കിൽ ഒരു ശുപാർശയും കൊണ്ട് നടക്കേണ്ട അവസ്ഥയൊന്നും ഇന്ന് ഇന്ത്യക്കില്ല. പലതരത്തിലും സാമ്പത്തികമായിട്ടും ഒരു സായുധ ശക്തി എന്ന നിലയിലും ഇന്ത്യ മറ്റ് ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഒപ്പം നിൽക്കുന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് ആരുടെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു ശക്തിയായിട്ട് കണ്ട് പരിഗണിക്കുന്ന ഒരു ഭരണകൂടം അമേരിക്കയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. അതിലും നമുക്ക് അനുകൂലമാവാൻ സാധ്യതയുള്ളൂ. ഞാൻ ഈ പറയുന്നത് ട്രംപ് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ അത് ഇന്ത്യക്ക് ഗുണകരമാകും. അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കുന്നൊന്നും നാളെ എന്തായിരിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ രംഗത്ത് വലിയ ഭരണപരിചയമുള്ള ആളല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ അമേരിക്കയിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ എടുക്കുന്ന നിലപാടുകൾ എപ്പോഴും നമ്മൾ കാണാതെ പോയിക്കൂടാ. ഇതൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത ഘടകങ്ങൾ തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ടേ നമുക്ക് ഇന്ത്യക്ക് അനുകൂലമാണോ പ്രതികൂലമാകുമോ എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളത് നമ്മൾ ഒരു കാരണവശാലും അമേരിക്കയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതിനുള്ള ചങ്കൂറ്റം ഡൽഹിയിലുള്ള ഭരണകൂടം കാണിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും ഇടവേള. ശ്രീ ശിവനിലേക്ക്. ശിവൻ, അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർത്ത് കരോലിന അടക്കം ഫ്ലോറിഡ അടക്കമുള്ള
സ്റ്റേറ്റ്സുകളാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇവിടെയൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. റെജി ലൂക്കോസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പോലെ ചില അട്ടിമറികൾക്കുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ, അതോ ഹിലരിക്ക് നേരിയ മുൻതൂക്കം തന്നെ ആണോ ഇപ്പോഴുള്ളത്? എൻ്റെ കാഴ്ചപ്പാടിൽ ഹിലരി തന്നെ ജയിക്കുകയുള്ളൂ. കാരണം ഹിലരിക്ക് ജയിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ പോൾ അനുസരിച്ച് ഹിലരിക്ക് ഏതാണ്ട് 268 വോട്ട് പോൾ അനുസരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അവർ. ആ സ്ഥാനത്ത് 204 ഇലക്ട്രൽ വോട്ടാണ് ട്രംപിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ 270 ട്രംപിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2012 റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ച എല്ലാ സ്റ്റേറ്റുകളും ജയിക്കുകയും വേണം. സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള, അതായത് ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളായ ഫ്ലോറിഡ, നോർത്ത് കാരോലൈന, ഒഹായോ, പെൻസിൽവേനിയ, ചിലപ്പോൾ ന്യൂ ഹാംഷയർ, ഇത്രയും സ്റ്റേറ്റിൽ കൂടി വിജയിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് ജയിക്കും. പക്ഷേ അത് എത്രത്തോളം അവിടം വരെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മിറക്കിളാണത്. ചിലപ്പോൾ ചില നയങ്ങൾ ഇപ്പം നേരത്തെ ഇവിടെ ഇപ്പം പലരും റെജി ലൂക്കോസും ഹരിദാസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് കൊണ്ടുവന്ന ഹിലരിക്ക് എതിരെ കൊണ്ടുവന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളും ട്രംപിന്റെ പ്രചരണ സമയത്ത് കൊണ്ടുവന്ന ചില നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതായത് ഇമിഗ്രേഷനെതിരെ അദ്ദേഹം ലോ കൊണ്ടുവരും, മുസ്ലിം ബാൻ, അതുപോലെ ഉള്ള ഐസിസിനെ അവര് എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തും. അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അത് അമേരിക്കൻ ജനത അത് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് ജയിച്ചെന്നിരിക്കും. പക്ഷെ അതിൽ ഒരു 5% പോലും എനിക്ക് അതിൽ തന്നെയാണോ അവസാന നിമിഷത്തിൽ? കാരണം ശിവമഠത്തില് പിന്നെ ഈ ഒഹായോയും ഫ്ലോറിഡയും ഒരു നിർണായകമായ 2 സ്റ്റേറ്റുകളാണ്. ആ സ്റ്റേറ്റിൽ നിന്നാണ് പലപ്പോഴും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയം നിർണായകമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയില്ലേ? നമുക്ക് 2000-വും 2004 നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ശിവമഠത്തിലാകുമ്പോഴത്തേക്ക് അവിടെ പ്രത്യേകിച്ച് അദ്ദേഹം അവിടുത്തെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റാണ്. അവിടുത്തെ മലയാളി സമൂഹമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശിവമഠത്തിൽ. അപ്പോൾ ശിവമഠത്തിൽ ആ കാര്യത്തിലൊക്കെ ഒരു വീക്ഷണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു മറുപടി ഞാൻ അങ്ങനെ ശ്രീ ശിവൻ മുഹമ്മദ്, അതായത് 2000-ലും നമ്മൾ കണ്ട 2004 ഒക്കെ കണ്ട ഇലക്ടറൽ കോളേജിൽ പോലും എത്തിയതിനു ശേഷമുണ്ടായ അട്ടിമറി, ആ അട്ടിമറിക്കുള്ള സാധ്യത അത് ഈ പറഞ്ഞ 2 സുപ്രധാന സ്റ്റേറ്റ്സുകളിൽ നിന്ന്. അതെ, അതിപ്പം ഇതിനകത്ത് നമുക്ക് ഇവിടെ അമേരിക്കൻ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒഹായോ സംസ്ഥാനം 1960 മുതൽ ആര് പ്രസിഡന്റ് ആയിട്ടുണ്ടോ അവര് ഒഹായോ സംസ്ഥാനം ജയിച്ച വ്യക്തിയെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനാണ് ഒഹായോ സംസ്ഥാനത്ത് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹമേ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളൂ. പിന്നീട് ഫ്ലോറിഡ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജയിക്കാം. കാര്യം അവിടെ ഇപ്പോൾ മത്സരം ടൈ ആയിട്ടാണ് പോകുന്നത്. അതെ, പിന്നെ ജയിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് കാരോലൈനയാണ്. അവിടെ സ്റ്റിൽ ഹിലരിക്ക് ശകലം മുമ്പിലാണ്. അത് മാറി മറിയുന്ന ഒരു സാഹചര്യമാണ്. അത് മാറി മറിയാം. അപ്പോൾ ഈ 206 ഇലക്ട്രൽ വോട്ട് ഇപ്പോൾ ട്രംപിന്റെ കയ്യിൽ ഉണ്ടെന്ന് വെക്കുക. ബാക്കി 66 ഇലക്ട്രൽ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിഡ മസ്റ്റ് ആയിട്ട് ലഭിച്ചേ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ഒഹായോയിൽ ഈ പറഞ്ഞതുപോലെ ട്രംപ് ജയിക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഫ്ലോറിഡയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ഫ്ലോറിഡയും ചിലപ്പോൾ ജയിച്ചെന്നിരിക്കാം. എങ്കിലും 29 ഇലക്ട്രൽ വോട്ട് പ്ലസ് ഒഹായോ എന്ന് പറയുന്നത് 18, അവിടെ എന്നിട്ട് 47 വരുന്നുള്ളൂ. പിന്നെ നമ്മൾ 9 വോട്ട് കൂടി നമുക്ക് ആവശ്യമാണ്. അത്
എനിക്കറിയില്ല, നോർത്ത് കാരോലിന ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം റെജി ലൂക്കോസ് പറഞ്ഞതുമായിട്ട് യോജിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് കാരോലൈന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ക്യാൻ വിൻ. അത് അങ്ങനെ ഒരു മിറക്കിൾ വേണമെങ്കിൽ സംഭവിക്കാം. യെസ്, മടങ്ങിയെത്ത ശ്രീ ദേവദാസ്, കാരണം ട്രംപ് ആയതുകൊണ്ട് മാത്രമാണ് ഹിലരിക്ക് മേൽക്കൈ, അങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? ട്രംപ് ആയതുകൊണ്ട് മാത്രം, കാരണം ഒബാമ തുടങ്ങി വെച്ച പല പദ്ധതികളുണ്ട്, അതിൻ്റെ പൂർത്തീകരണം, തുടർ പദ്ധതികളൊക്കെ കിടക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവോ, അതോ ഉണ്ടായ FBI പോലുള്ള ആരോപണങ്ങളാണോ മേൽക്കൈ ട്രംപിന് ഉണ്ടാക്കിയത്? എന്താണ് അതിൽ ട്രംപ് ആയതുകൊണ്ട് മാത്രം ഹിലരിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണും? അതിങ്ങനെയോ ആക്കാം. ഈ ഹിലരി ആയതുകൊണ്ട് മാത്രമാണ് ട്രംപ് ഇങ്ങനെ വന്നതെന്ന് പറയാം. അതാ ഈ വൈസവേഴ്സിയാണ് ഇത്. എന്തറിയാ, ഈവൻ ബേർണി സാൻഡേഴ്സ് 74-year-old ഡെമോക്രാറ്റ് ഇതായിട്ട് ഏറ്റവും വലിയ കാൻഡിഡേറ്റ് ആയിട്ട് വന്നയാ. അയാള് 74 years പറയുന്ന പോളിസിയാണ് അവിടുത്തെ അമേരിക്കയിലെ ലിറ്ററേറ്റ് യങ്സ്റ്റേഴ്സിന് ഏറ്റവും പ്രായോഗികമായിട്ട് തോന്നിയത് ഈ ഇലക്ഷൻ്റെ എൻഡ് വരെ. അതാണ് പാരഡോക്സ് ഒന്ന്. അപ്പോൾ ഈ ട്രംപ് മാത്രമല്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ക്ലാഷ് ഓഫ് ഈവിൾസ് ആണ് ഇത്. അപ്പോൾ ലെസർ ഈവിളിനെ തിരഞ്ഞെടുക്കേണ്ട ഒരു പോളിസി മാത്രമേ ഹിലരിക്ക് ഇതിനുള്ളൂ, അമേരിക്കൻ വോട്ടേഴ്സിൻ്റെ മുമ്പിൽ ചോയ്സ് ഉള്ളൂ ഇത്രയും വലിയ ക്രൂഷ്യൽ ഇലക്ഷന്. അപ്പോൾ അത് ഞാനൊരു പോസിറ്റീവ് കാണുന്നുണ്ട്. എന്താ പറയുക, ഈ 100 years ഓഫ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ്റെ ഈ ഇയറയിൽ അവിടെ ഒരു സോഷ്യലിസം പറയുന്ന ഒരു ബേർണി സാൻഡേഴ്സിൻ്റെ സീഡെങ്കിലും അമേരിക്കയിൽ ക്യാപിറ്റലിസ്റ്റിക് ഇവിടെ ഒരു സീഡെങ്കിലും വന്നു. അതൊരു വേറൊരു പോസിറ്റീവ്. പക്ഷേ ക്ലിൻറ്റൺ എന്ന ഈ ഹിലറി ക്ലിൻറ്റൺ ഷെയ്ഡി ഡീലറായെങ്കിലും വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് വിത്ത് ഹസ്ബൻഡ് മറ്റേ ക്ലിൻറ്റൺ പ്രസിഡൻഷിപ്പിൻ്റെ എക്സ്പീരിയൻസ്, ഈ ഒരു സിസ്റ്റമാറ്റിക്കലി അമേരിക്കനെ പോവാൻ അവർക്കേ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് ഡെമോക്രാറ്റ്സ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഡെമോക്രാറ്റ്സ് വരെ തിരിച്ചു വന്ന് വോട്ട് ചെയ്യും, ഹിസ്പാനിക് വോട്ട് ചെയ്യും, മെക്സിക്കൻസ് ഫിയർ ചെയ്ത കുടിയേറ്റക്കാർ വോട്ട് ചെയ്യും, പിന്നെ റേഷ്യൽ ബ്ലാക്ക് കുക്ലക്സ് ക്ലാനെല്ലാം പേടി. അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഇപ്പോൾ വൈറ്റ് റേഷ്യൽ ഇത് വെച്ച് പുലർത്തുന്ന ആ വെടിവെച്ച് കൊല്ലുന്ന നിങ്ങൾ കണ്ടത് 300ഓളം കാലിഫോർണിയ അല്ല ചിക്കാഗോയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവരെയെല്ലാം ഭീതി ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഈ സൈഡിൽ വൈറ്റ് ഇല്ലിറ്ററേറ്റിൻ്റെയും ഈ ISIS പറഞ്ഞ, പിന്നെ വേറെ ഒന്ന് പ്രതീക്ഷയോട് പറയാനുള്ളത് ഫോറിൻ പോളിസിയിൽ ISIS എന്ന് പറയുന്നത് അത് വേറെ ഒരു ഭയങ്കര ഒരു ഇന്നർ മീനിങ് ഉണ്ടായില്ലേ. പണ്ട് ഒസാമ ബിൻ ലാഡൻ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചെന്ന് പറഞ്ഞിട്ട് 2.4ഉം 2.7 UN ചാർട്ടർ പിച്ച് ചീന്തിയിട്ട് US ബാക്ട് UN അറ്റാക്ക് ചെയ്ത്. അപ്പോൾ IS എല്ലാ കൺട്രിയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ 32 കൺട്രി എന്നാ ഇപ്പം ട്രംപ് പറഞ്ഞ്. അപ്പോൾ 32 കൺട്രിയിലും കയറുമല്ലോ ഇവർക്ക് UN ചാർട്ടർ റൂൾസ് നോക്കാണ്ട്. എൻ്റെ മുമ്പിലുള്ള ഇത് ഏത് പ്രസിഡന്റ് ആയാലും UN ശക്തിപ്പെടുത്താൻ പറ്റുമെന്നേ ഞാൻ നോക്കുന്നുള്ളൂ. UN ശക്തിപ്പെടുത്താൻ എന്താ പറയുക, റെഫ്യൂജീസ് 300 കോടിയും. പക്ഷേ അവിടെ റിപ്പബ്ലിക്കൻസ് എടുത്ത മുൻകാല നിലപാടും ഒപ്പം ഡെമോക്രാറ്റിക് പ്രതിനിധികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അതിനെ രണ്ട് തലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അപകടകരമായ രീതിയിലേക്ക് പോയിട്ടുള്ള റിപ്പബ്ലിക്കൻസ് നിലപാട് തന്നെയല്ലേ? കാരണം അതിനെ ഒരു പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ സഖ്യ ചെയ്ത് കൊണ്ടുപോകുന്നു. ഡെമോക്രാറ്റ്സിൻ്റെ ഭരണകാലത്ത് ഒരു പക്ഷേ വേണ്ട രീതിയിൽ പട്ടാളത്തെ വിടുന്നു. ആ നയത്തിലൊക്കെ തന്നെ ഒരു യഥാവിധി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മിതപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ. ഈ രണ്ട് പേരെയും രണ്ട് കാലഘട്ടത്തിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇന്റർവെൻഷന്റെ കാര്യത്തിൽ? ദേവദാസ്, ഞങ്ങൾക്ക് വേണ്ടത് സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർഷിപ്പ്. അത് എനിക്ക് തോന്നുന്നില്ല. അതല്ല UN 21st സെഞ്ച്വറി നീഡ്സിന് റിഫോം ചെയ്യാൻ പറ്റുമോ? സിറിയയിൽ ഇടപെടാൻ പറ്റുമോ? അലേപ്പോലെല്ലാം 3 ലക്ഷം ആൾ കൊല്ലപ്പെട്ടു. ഡെഡ് സിമിട്രിയാണ്. അഫ്ഗാനിസ്ഥാൻ സിവിൽ വാർസ്, ഇറാഖ് സിവിൽ വാർസ്, ആഫ്രിക്കൻ കൺട്രീസിൽ 50 കൺട്രീസും സിവിൽ വാർസ്. ഇവർ സൗത്ത് സുഡാനും സുഡാനിയും വിഭജിച്ചു പീസിന് വേണ്ടിയിട്ട്. സൗത്ത് സുഡാനിൽ ഇപ്പോൾ യൂത്ത് സിവിൽ വാർസ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഐവറി കോസ്റ്റ് സിവിൽ വാർസ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇതിന് പറ്റൂല.
UN, whether they can strengthen the UN according to international law needs and അതിനുള്ള വേയും സേയും പറ്റിയ പ്രസിഡന്റ് ആണോ വരുന്നത്, അതെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് അമേരിക്കയിലെങ്കിലും ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ് വേണം. അല്ലെ കുക്ലക്സ് ക്ലാൻ പോലത്തെ ഈ 60കളിലെല്ലാം വന്ന് ഞങ്ങളുടെ കുടിയേറ്റക്കാരെയെല്ലാം പുറത്തു പോകുക, അമേരിക്ക ഈസ് ഫോർ അമേരിക്കൻസ് വരും. അപ്പോൾ ട്രംപ് ഇതേപോലെ 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ മുസ്ലിംസ് പാകിസ്ഥാനിൽ പോകണം, അല്ലെ ഷാറൂഖ് ഖാൻ പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്ന ഇതേപോലെ ഈ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് പോലെ തന്നെയുള്ള എക്സ്ട്രീമിസം എല്ലായിടത്തും പകരും. അത് കാറ്റസ്ട്രോഫിയാവും, വേൾഡ് വാർ 3ലേക്ക് പോവും. അപ്പം ആ ലോക യുദ്ധത്തിൽ നല്ല ഒഴിവാക്കാൻ അവിടെ ഒരു സ്ഥിരതയുള്ള ഗവൺമെന്റ് ആവുമ്പോൾ ഹിലരിക്കാണ് ഇപ്പോൾ ലെസർ ഈവിൾ ഹിലരി ആണ് എന്നാണ് എൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം പി വി തോമസിലേക്കും KVS മടങ്ങിയത്. ശ്രീ പി വി തോമസ്, മിറാക്കിൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ശ്രീ റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ, കാരണം അത് ചില സ്റ്റേറ്റ്സിന്റെ, ഒഹായോയുടെയും ഒപ്പം ഫ്ലോറിഡ, പി വി തോമസിന്റെ അദ്ദേഹത്തോടുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. ശ്രീ KVS ഹരിദാസ്, കാരണം ട്രംപിനെ പരിശോധിച്ചാൽ അദ്ദേഹം ഒട്ടേറെ പഴി കേട്ടു ഇവിടെ വരെ അദ്ദേഹം, കാരണം പല വിവാദമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നു, മതപരമായ രീതിയിലുള്ള പ്രസ്താവനകളായി വ്യാഖ്യാനിക്കുന്നു, മാത്രമല്ല ലൈംഗിക ആരോപണങ്ങൾ വരുന്നു. പക്ഷേ നികുതിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം എടുത്ത കോർപ്പറേറ്റ് നിലപാട്, അവിടേക്ക് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പത്രിക, അദ്ദേഹം പ്രകടന പത്രിക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ പോലും ഒരു ചേഞ്ച് അമേരിക്കൻ ജനതയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ആത്യന്തികമായി ആഗ്രഹിച്ച ഒരുപക്ഷെ അവിടുത്തെ സമ്പദ്ഘടനയുടെയൊക്കെ തന്നെ ഇന്നത്തെ താളം തെറ്റൽ, അതിനൊക്കെയുള്ള മാർഗം ഉൾക്കൊള്ളുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസിനെ പോലെയുള്ളവർ, ശിവൻ മുഹമ്മദ് അടക്കം ചില മിറാക്കിളിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത്? ശ്രീ KVS. ശ്രീ KVS ഹരിദാസ്. ഹലോ, കേൾക്കാം. ശ്രീ KVS കേൾക്കാമോ? ഓക്കെ. KVSലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ താങ്കളിലേക്ക്, കാരണം പി വി തോമസിനോട് ചോദിച്ച ചോദ്യമായിരുന്നു, അദ്ദേഹത്തിന് ടെലിഫോണിൽ തകരാറിലുണ്ട്, ആ സമ്പദ്ഘടന സംബന്ധിച്ച്. അമേരിക്കൻ സമ്പദ്ഘടന ഇപ്പോൾ ശിവമഠത്തിൽ പറഞ്ഞ പോലെ 2008 മുതലുള്ള ഭീകരമായുള്ള റിസഷനിൽ നിന്ന് അവർ ഓവർകം ചെയ്യുന്ന പറഞ്ഞ സത്യമാണ്. പക്ഷേ 2008 വരെ അമേരിക്ക ചോദിക്കുന്നത്, കാരണം നമ്മുടെ കൂടി വലിയ പങ്കാളിത്തം ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് കൂടി അത് ആത്യന്തികമായി ബാധിക്കുന്ന ഘടകങ്ങളായതുകൊണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് കൂടെ വരാം. അതായത് 2008 വരെ അമേരിക്കയുടെ പൊതുകടം എന്ന് പറയുന്നത് $4 ട്രില്യൺ ആയിരുന്നു. അത് അതുവരെയുള്ള പൊതുകടം. 2008 ഈ പറയുന്ന ഒബാമ അധികാരത്തിലേക്കുമ്പോൾ റിസഷൻ ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല. ഇപ്പോൾ അവരുടെ പൊതുകടം എന്ന് പറയുന്നത് $12 ട്രില്യൺ. ഈ 12 ട്രില്യൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഭീകരമായ പൊതുകടത്തിൻ്റെ ബാധ്യതയിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഇത് അമേരിക്കൻ ജനതയുടെ അടുത്ത് സജീവ ചർച്ചയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ ജീവിതം, അതായത് വായു, ജലം, ഭക്ഷണം, ഇൻഷുറൻസ്, ഈ 4 ഘടകങ്ങളാണ് അമേരിക്കൻ ജനത ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ശ്വസിക്കുന്ന വായുവിനെ പോലെ മുഖ്യമായ ഒരു ഘടകമാണ് അമേരിക്കൻ ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിന് വന്നിരിക്കുന്ന പ്രീമിയത്തിന്റെ അപ്പർ, അത് അമേരിക്കയിലെ ജനങ്ങളിൽ വല്ലാതൊരു. ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് ശ്രീ KVS, കാരണം വളരെ ചുരുക്കി മറുപടി, കാരണം സമ്പദ്ഘടനയിലൊക്കെ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ അമേരിക്കൻ ജനത ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 2 ഭരണാധികാരികൾ ട്രംപിനൊക്കെ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വെച്ച ഈ സാമ്പത്തിക പോളിസി, ഇക്കോണമിക് പോളിസിയിലൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് ട്രംപ് അവതരിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണോ നമ്മൾ ഇന്നിപ്പോൾ ചർച്ചയിൽ ഒരു മിറാക്കിളൊക്കെ പ്രതീക്ഷിക്കുന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ? ശ്രീ KVS വളരെ ചുരുക്കി. പ്രതീക്ഷ, അമേരിക്കൻ എക്കണോമി ഇന്നൊരു വലിയ ക്രൈസിസിലാണ്. നമ്മളത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരു രാജ്യമെന്നുള്ള ഖ്യാതിയൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. അപ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആർക്കും എളുപ്പമായിരിക്കില്ല. കാരണം ലോക സമ്പദ്ഘടനയുടെ ഒരു സ്വഭാവം തന്നെ അതാണ്. അപ്പോൾ അമേരിക്കയിൽ കുറേ അവരുടെ സമീപനങ്ങളിലൊക്കെ അവർ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ നിലയ്ക്ക് പിടിച്ചു കയറാൻ പറ്റണമെന്നില്ല. ആ
കാരണം തന്നെയാണ് ഈ ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. എനിക്കതിന് കഴിയും എന്നുള്ള ഒരു വാദഗതിയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എളുപ്പമല്ല, കാരണം ആ നിലയിലേക്ക് അമേരിക്ക കൂപ്പ് കൊത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശ്രീ പി വി തോമസ്, കാരണം ഫ്ലോറിഡ, ഒഹായോ ഒപ്പം നോർത്ത് കരോലിനയിൽ ഒരു ഇഞ്ചോടിഞ്ച് കാര്യങ്ങൾ വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ മിറക്കിൾ ശ്രീ ശിവൻ മുഹമ്മ കാണുന്നുണ്ട്. താങ്കളും അങ്ങനെ ഒരു സാധ്യത ഇടുന്നുണ്ടോ ശ്രീ പി വി തോമസ്? വളരെ ചുരുക്കി. തൽക്കാലം നമുക്ക് കാത്തിരിക്കാം. പക്ഷേ എൻ്റെ ആദ്യം തൊട്ടുള്ള ആ നിഗമനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ് ഹില്ലാരി ക്ലിൻ്റൺ ആയിരിക്കാം ജയിക്കാൻ സാധ്യതയെന്നാണ്. ഇന്ത്യയിൽ പോരാട്ടമെല്ലാം നടക്കും, ആത്യന്തികമായിട്ടുള്ള വിജയം അതായിരിക്കും. ആണെങ്കിൽ അത് വലിയ റെക്കോർഡ് വിജയവുമായിരിക്കും. കാരണം 4 പ്രാവശ്യമാണ് തുടർച്ചയായിട്ടപ്പോൾ ഡെമോക്രാറ്റിക് ഭരിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് 5ാമതൊരു പിന്നെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. അപ്പോൾ അവരുടെ ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഇത്രയും കാലത്തെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ജോബ് ജനറേഷൻ, അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസീസ്, പിന്നെ ആഭ്യന്തര സുരക്ഷ, ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടുകയാണ്. അതങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ അവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ? അതുപോലെ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് വരുവാൻ ഹില്ലാരി ക്ലിൻ്റൺ സാധിക്കുമോ? അതുപോലെ തന്നെ ട്രംപിന് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ ജനങ്ങൾക്കിടയിൽ വിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്ത് തന്നെ കാണാം. എങ്കിൽ തന്നെയും ഒരു അട്ടിമറി വിജയം ഉണ്ടായാലും അതിശയപ്പെടാനില്ല. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ ആ വിശ്വാസത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ പരിചയവും എല്ലാ മെഷീനറിയും എല്ലാം പുറകിലുള്ള ഹില്ലാരി തന്നെയായിരിക്കാം ജയിക്കാൻ സാധ്യത. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഹില്ലാരിക്കോ അല്ലെങ്കിൽ ട്രംപിനോ ലോക സമാധാനത്തിനും ലോക സാമ്പത്തിക പുരോഗതിക്കും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കും, എത്രമാത്രം സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക് തീവ്രവാദം, IS-ൻ്റെ തീവ്രവാദം ഇവിടെയുണ്ട്, കാശ്മീരിലെയും പാകിസ്ഥാനിലും തീവ്രവാദമുണ്ട്, ലോകം മുഴുവനും തന്നെ തീവ്രവാദമുണ്ട്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുവാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെയും ഇതൊരു പ്രതിവിധി കാണുവാനായിട്ട് മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യമായിരിക്കും ലോകം ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും. യെസ് ലോകം ഉറ്റുനോക്കുകയാണ് അമേരിക്കയുടെ അമരത്തേക്ക്, വൈറ്റ് ഹൗസിന്റെ അമരത്തേക്ക്. ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ത്യൻ സമയം 5 മണിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ആദ്യ സൂചനകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. നാളെ 10 മണിയോടുകൂടി ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ വേർതിരിച്ച് അറിയാൻ കഴിയും. ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.